ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗവതം വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ഇടവേളകൾ വന്നു. ഗുരുവായൂർ ഏകാദശിയോട് പ്രമാണിച്ചിട്ട് കുറച്ച് ദിവസം ഗുരുവായൂരായിരുന്നത് കൊണ്ട് ഭാഗവത പാരായണത്തിൽ കുറച്ച് ഇടവേള ഉണ്ടായി. ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മുടെ ഭാഗവതവും അക്കിത്ത ഭാഗവതവും കൂടി ഒരുമിച്ച് നമ്മൾ പാരായണം ചെയ്യണം. അത് ഒരു തപസ്യ പോലെയാണ് നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമർപ്പണം ദ്വിതീയ സ്കന്ധത്തിൽ 6-ാമത്തെ 5 അധ്യായം വരെ വായിച്ച് സമർപ്പിച്ചു. ഇനി 6-ാമത്തെ അധ്യായമാണ് വായിക്കാനുള്ളത്. അത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. അനേകം ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടാറുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം സാധാരണക്കാരായവർക്ക് ഭാഗവതം കൈകാര്യം ചെയ്യാൻ ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെ വായിക്കും, എങ്ങനെ അർത്ഥം അറിയും എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് വായിച്ചാൽ തെറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭാഗവതമൊന്നും കൊതി കൊണ്ട് വാങ്ങി വെച്ചു. പക്ഷെ വായിച്ചിട്ടേ ഇല്ല അതുവരെ. തെറ്റുമാവോ എന്ന് പേടിച്ചിട്ടാണ്. എങ്ങനെ വായിക്കണം എന്നറിയില്ല, അങ്ങനെ ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭഗവാന്റെ കഥകളെ അനുഭവിക്കാനുള്ള കൊതി കൊണ്ട് ഭാഗവതം വായിച്ചാൽ നമുക്ക് ഒരു തെറ്റുകളും കുറ്റങ്ങളും ഒന്നുമില്ല അതിൽ. കാരണം സത്സംഗത്തിലിരിക്കുക എന്നുള്ള ഭാവത്തിലാണല്ലോ. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, അര ശ്ലോകമെങ്കിലും ഒരു ദിവസം വായിച്ചാൽ അത്രയും പുണ്യമാണ് എന്നുള്ളത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലൊക്കെ നമ്മൾ കേട്ടതല്ലേ. ഇപ്പോൾ ഈ പാരായണം തുടങ്ങിയതിന് ശേഷം പലരും പറയണു, ഞങ്ങൾ ഭാഗവതം വായിച്ചു തുടങ്ങി എന്ന് പറയണു. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ തന്നെ ഓരോ അനുഗ്രഹങ്ങളാണ്. പല വിധത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നമ്മളെ നിയോഗിക്കണതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. എല്ലാ സന്തോഷവും ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. ഭാഗവതം വായിച്ചു വന്നപ്പോൾ മുല്ലോർലിത്തേവരാണ് കൂടെയുള്ളതെന്ന് തേവരുടെ ചിത്രം നമ്മുടെ ആ ഗ്രന്ഥത്തിൽ. അപ്പോൾ തേവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. എന്നും അങ്ങനെയാണ്. ഇന്നൊരു പ്രത്യക്ഷ സാന്നിധ്യം പോലെ ഒരു അനുഭവം. നമുക്ക് പാരായണം ആരംഭിക്കാം. നമ്മൾ പാരായണം ചെയ്യണത് ആദ്യം മൂലം പാരായണം ചെയ്യണു. അതിന് ശേഷം അക്കിത്ത ഭാഗവതം പാരായണം ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇനി പാരായണം ചെയ്യാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം. ബ്രഹ്മോവാച വാചം വന്യർമുഖം ക്ഷേത്രം ഛന്ദസം സപ്തധാതവ ഹവ്യകവ്യാമൃതാനാനാം ജിഹ്വാ സർവരസസ്യ ച സർവാസൂനാം ച വായോശ്ച തജ്ഞാസേ പരമായനേ അശ്വിനീർ ഔഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ രൂപാണാം തേജസാം ചക്ഷുർദിവഃ സൂര്യസ്സ ചാക്ഷിണി കർണൗ ദിശാം ച തീർത്ഥാനാം ശ്രോതം ആകാശശബ്ദയോ തദ്ഗാത്രം വസ്തുസാരാണം സൗഭഗസ്യ ച ഭാജനം തദ്വഗ് അസ്യ സ്പർശ വായോശ്ച സർവമേധസ്യ ചൈവ ഹി രോമാണ്യുദ്ഭിജാതീനാം യേർവാ യജ്ഞസ്തു സംവൃത കേശശ്മശ്രു നഖാന്യസ്യ ശിലാലോകാഭവിദ്യുതം ബാഹവോ ലോകപാലാനാം പ്രായശ്ച ക്ഷേമകർമ്മണം വിക്രമോ ബഭുർവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യാമി ഹരേശ്ചരണ ആസ്പദം ആപം വീര്യസ്യ സർഗസ്യ പാർജന്യസ്യ പ്രജാപതേ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ ഹിംസായാ നിരുതേർ മൃത്യുർ നിരയസ്യ ഗുദസ്മൃത പരാഭൂതിർ അധർമ്മസ്യ തമസശ്ചാപി ച പശ്ചിമ നാഡ്യോ നദ നദീനാം തു ഗോത്രാണാം അസ്ഥി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച ഉദരം വിദിതം പുംസോ ഹൃദയം മനസപദം ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാപരായണം അഹം ഭവാൻ ഭവൈശ്ചൈവ ത ഇമേ മുനയോഗ്രജ സുരാസുരനരാഗനാഗ ഗഗാമൃഗ സരിസ്പൃഹ ഗന്ധർവപ്സരസോ യക്ഷ രക്ഷസോ ഭൂതഗണോരഗ പശവ പിതരസിദ്ധ വിദ്യാദ്രാശ്ചാരണദ്രുമ അന്യേ ച വിവിധാ ജീവ ജലസ്ഥല നഭൗഗസ ഗ്രഹർഷ കേതവസ്താര സ്തടിത സനയന്തിവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായം. ഇതിലെ വിരാട് വിഭൂതി എന്നാണ് അക്കിത്ത ഭാഗവതത്തിലെ ഈ ഒരു അധ്യായത്തിന് പേര് നൽകിയിരിക്കുന്നത്. ബ്രഹ്മാവു പറഞ്ഞു, വാഗഗ്നി തമുഖോദ്ഭിന്നം ഛന്ദസാ സപ്തസാധുവാൽ ഹവ്യകാവ്യാമതന്നാഭീരസങ്ങൾ നിജജിഹ്വയാൽ നിജനാസാരന്ധ്രജങ്ങൾ സർവപ്രാണികൾ വായുവും തന്നാസാമോദപ്രമോദമാണ് ഔഷധികൾ അശ്വികൾ ചക്ഷുസാൽ തേജസൂരൂപം അക്ഷിയാൽ അർക്കൻ അമ്പിളി കാതാൽ തീർത്ഥം ദിക്കുകളും ഉൾക്കാതാൽ ഒലിവിണ്ടലം ത്വൽഗാത്രം സാരങ്ങൾക്കാകെ സൗഭാഗ്യഭാജനം ത്വഗിന്ദ്രിയമോ
വായുധ്വരാകരം തദ്രോമത്താലേ യജ്ഞോപദാനങ്ങൾ തരുസഞ്ചയം ശിലാലോഹം വൈദ്യുതിയും കേശശ്മശ്രുനഖങ്ങളാൽ ക്ഷേമാർത്ഥം നിജബാഹുക്കൾ നിർമ്മിച്ചു ലോകപാലരെ. ഭൂർഭുവസ്വർഗങ്ങൾ തീർത്തിവന്തൻ പാദവിക്രമം സർവാഭിഷ്ടാസ്പദനുടെ ശിഷ്ണോൽഭിന്നങ്ങൾ നാരദ. വെള്ളം ശുക്ലം സൃഷ്ടി മഴ മേഘം പിന്നെ പ്രജാപതി തദീയോപാസ്തസജ്ഞാതം പ്രജാത്യാനന്ദനിർവൃതി. തൻവായുവിങ്കൽ നിന്നുണ്ടായി യമൻ മിത്രൻ വിസർജനം തൽഗുദോദ്ഭിന്നമേ ഹിംസ അലക്ഷ്മീ മൃതിനാരകം. ആ പൃഷ്ഠത്തിൽ തമസ്സുണ്ടായി പരാഭൂതി അധർമ്മവും ഞരമ്പാലാറ്റരുവികൾ കുന്നും മലയും എല്ലിനാൽ ഉദരാൽ അവ്യക്തരസസിന്ധുക്കൾ മൃതി എന്നിവ. വിരാട് പുമാൻ്റെ ഹൃദയം അനോധിഷ്ണ്യം സുവിശ്രുത അതുദാനാശ്രയം പുണ്യവാന്മാർക്കും ജ്ഞാനികൾക്കുമേ. കുമാരന്മാർക്കും ഹരനും വിജ്ഞാന സത്വങ്ങൾ തൻപദം. പരാത്പരാശയം ധർമ്മത്തിനെന്നെനിക്കും നിനക്കുമേ. പരാത്പരാശയം ധർമ്മത്തിനെനിക്കും നിനക്കുമേ. ഞാൻ നീ ഭവാൻ ഭവൽ ജ്യേഷ്ഠ സനകന്മാർ ഋഷീശ്വരർ സുരാസുരന്മാർ മനുഷ്യർ മൃഗനാഗപദത്രികൾ യക്ഷരക്ഷോപ്സരോഭൂത സിഗ്ധസഗന്ധർവചാരണർ പിതൃക്കൾ പശുവൃക്ഷം വിദ്യാധരാന്ത അന്യജീവികൾ ഗ്രഹമോക്ഷം കേതുതാരം നരാദികൾ സ്തനയിത്തു തടിത്തെന്നും ഭൂതഭവ്യഭവൽ പ്രഭു. സ്തനയിത്തു എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് ഇവിടെ അർത്ഥം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ശ്രീമദ് ഭാഗവതത്തിലെ 6-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ആ 6-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് പറയുന്നതായിട്ടാണ് പറയണത്. അപ്പോൾ ബ്രഹ്മാവ് വിരാട് പുരുഷൻ്റെ വിഭൂതികളെയാണ് വിസ്തരിച്ച് പറയണത്. അതായത് ദേവതയായിട്ടുള്ള നമ്മളെപ്പോലെയുള്ളവരുടെ വാഗീന്ദ്രിയങ്ങൾക്കൊക്കെ അടിസ്ഥാന ദേവതയായിട്ട് വന്യുണ്ട്. അത് വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നാണ് ഗായത്രി, ഉഷ്ണിക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള അതിൽ നിന്ന് ഗായത്രി, ഉഷ്ണിക്ക്, ത്രിഷ്ടുപ്പ്, ജഗതി, പങ്ക്തി, ബൃഹതി എന്നീ ഛന്ദസ്സുകളുണ്ടായി. അതുപോലെ വിരാട് പുരുഷൻ്റെ ത്വക്ക്, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി എന്നീ ധാതുക്കളിൽ നിന്ന് ദേവന്മാരുടെ അന്നമായിട്ടുള്ള ഹവ്യത്ത്, പിതൃക്കളുടെ അന്യമായിട്ടുള്ള കവ്യത്തിനും മനുഷ്യൻ്റെ അന്യമായിട്ടുള്ള അമൃതത്തിനും മധുരം, കടു, തിക്തം, കഷായ, അമ്ളം, ലവണം എന്നീ രസങ്ങൾക്കൊക്കെ ജിഹ്വ എന്ന ഇന്ദ്രിയത്തിനും ജിഹ്വേന്ദ്രിയം ഉണ്ടായി എന്ന് പറയണു. അതുപോലെ ആ മഹാപുരുഷൻ്റെ നാസികകൾ സകലരുടെയും പ്രാണങ്ങൾക്കും വായുവിനും സ്ഥാനാകണു. ആ ഭഗവാന്റെ ഘ്രാണേന്ദ്രിയം അശ്വിനീദേവന്മാർക്കും ഔഷധികൾക്കും സാമാന്യ ഗന്ധത്തിനും വിശേഷഗന്ധത്തിനൊക്കെ ഉൽപ്പത്തി സ്ഥാനാകണു. ഭഗവാന്റെ ചക്ഷുസ് ഇന്ദ്രിയം വെളുപ്പ്, കറുപ്പ് മുതലായിട്ടുള്ള രൂപങ്ങൾക്ക്, ചന്ദ്രാദി തേജസ്സുകൾക്കൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ്. കണ്ണുകളാണെങ്കിൽ ദ്യോവിനും സൂര്യനും സ്ഥാനം. ശ്രോതങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്നാനാവണു. ശ്രോതേന്ദ്രിയം ആകാശത്തിനും ശബ്ദത്തിനും സ്നാനാവണു. ചക്ഷുസ് ഇന്ദ്രിയങ്ങൾക്ക് ആയിരുന്നു. അക്ഷികൾ അത് ശ്രോതം, കണ്ണുകൾ ഇവയൊക്കെയാണ്. അപ്പോൾ അക്ഷികൾ നേത്രഗോളങ്ങൾക്ക്
സ്ഥാനമായിട്ടിരിക്കുന്നു. അതുപോലെ ഭഗവാന്റെ ശരീരം വസ്തുക്കളുടെ സാരാംശങ്ങൾക്കും സൗന്ദര്യത്തിനും സ്ഥാനമാണ്. ഭഗവാന്റെ ത്വക്ക് എന്ന ഇന്ദ്രിയ സ്പർശത്തിനും വായുവിനും സ്ഥാനമായിട്ടിരിക്കുകയാണ് ചെയ്യണത്. അതുപോലെ ഭഗവാന്റെ രോമങ്ങൾ വൃക്ഷങ്ങളാണ്. സകലത്തിനും അല്ലെങ്കിൽ ഏതൊന്നിനാൽ യാഗം നിർവഹിക്കപ്പെടുന്നു അവയ്ക്കൊക്കെ സ്ഥാനമായിരിക്കുന്നു. കോശങ്ങൾ ഭഗവാന്റെ കേശങ്ങൾ മേഘങ്ങളാണ്. മുഖരോമങ്ങൾ മിന്നലുകളാണ്. പാദനഖങ്ങൾ കല്ലുകളും കൈനഖങ്ങൾ ലോഹങ്ങൾക്കും സ്ഥാനമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് വിരാട് പുരുഷ വർണ്ണന ഇതിനു മുമ്പുണ്ടായി ഭഗവാന്റെ. അതുപോലെ തന്നെയാണ് ഇത് ഓരോന്നും പറയണത്. അതുപോലെ വിരാട് പുരുഷൻ്റെ കൈകൾ ലോകത്തെ പാലിക്കുന്ന ലോകപാലകന്മാരുണ്ടല്ലോ, അവരുടെ ഉൽപ്പത്തി സ്ഥാനമാണെന്ന് പറയണം. അതുപോലെ ഭഗവാന്റെ പദന്യാസം ഭൂർലോകമാണ്. ഭൂവർലോകം സ്വർലോകം ഇവയ്ക്ക്. അതുപോലെ ഭയത്തിൽ നിന്നും പരിപാലിക്കുന്നതിനാണ് ഭഗവാൻ ഒക്കെ സ്ഥാനമാകണമെന്ന്. അതായത് ഭൂവർലോകം സുവർലോകം ഭൂർലോകം ഭൂവർലോകം സ്വർലോകം അവയെ അങ്ങനെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഭയത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനും ഭഗവാന്റെ പദന്യാസമാണ് കാരണമായിട്ട് തീരണത്. അതുപോലെ ആ ഭഗവാന്റെ പാദം സർവ്വ അഭിഷ്ടവരങ്ങളെയും കൊടുക്കാനുള്ള സ്ഥാനമാകണു എന്ന് പറയണു. അതായത് പിന്നെ ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കൊക്കെ സ്ഥാനമാണ്. ആ പുരുഷൻ്റെ ഉപസ്ഥം എന്ന് അനുഭവപ്പെടുന്നത് താപനിവർത്തിക്ക് സ്ഥാനമാകണു. പിന്നെ ആ ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജനത്തിനും ഒക്കെ സ്ഥാനമാകണു എന്ന് പറയണം. അതുപോലെ ഭഗവാന്റെ ഉദം ഹിംസയ്ക്കും മൃത്യുവിനും നരകത്തിനുമുള്ള സ്ഥാനമാണ്. ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനുമുള്ള സ്ഥാനമാണ്. അതുപോലെ ഭഗവാന്റെ ആ ഞരമ്പുകൾ നദങ്ങളും നദികളും ഒക്കെ ഉള്ള സ്ഥാനമാണ്. ഭഗവാന്റെ എല്ലിൻകൂട്ടം മലകൾക്കുള്ള സ്ഥാനമാണ്. ഭഗവാന്റെ വയറ് മുഖ്യമായ രസത്തിനും സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനുമുള്ള സ്ഥാനമാണ് എന്ന് പറയണു. അതുപോലെ പരമപുരുഷൻ്റെ ചിത്തം ആ ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ബ്രഹ്മാവ് പറയണം. ബ്രഹ്മാവ് എനിക്കും എന്ന് പറയുന്നത് ബ്രഹ്മാവിനും അതുപോലെ നമുക്കെല്ലാവർക്കും സനാദികളായിട്ടുള്ള കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സത്വത്തിനുമൊക്കെ മുഖ്യ സ്ഥാനമായിട്ട് തീരുകയാണ് എന്ന് പറയാം. അതുപോലെ പറയണു ബ്രഹ്മാവ് പറയണു ഞാൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവാണ് പറയണത് ഞാൻ എന്ന്. അപ്പോൾ ബ്രഹ്മാവ് അതുപോലെ നീയെ രുദ്രൻ മുമ്പുണ്ടായ സനകാദി മുനിമാരെ ദേവന്മാരെ അസുരന്മാരെ മനുഷ്യരെ നാഗങ്ങളെ പക്ഷികളെ പാമ്പുകളെ ഗന്ധർവന്മാരെ അപ്സര സ്ത്രീകളെ യക്ഷന്മാരെ രാക്ഷസന്മാരെ ഭൂതഗണങ്ങളെ ഉരകങ്ങളെ പശുക്കളെ പിതൃക്കളെ വിദ്യാധരന്മാരെ സിദ്ധന്മാരെ ചാരണന്മാരെ വൃക്ഷങ്ങളെ ജലത്തിൽ വസിക്കുന്ന മത്സ്യാദികളായ ജീവികളെ സ്ഥലത്തിൽ വസിക്കുന്ന ജന്തുക്കളെ ആകാശത്തിൽ വസിക്കുന്ന പ്രാണികളെ മറ്റനേകം ജീവികളെ ഗ്രഹങ്ങളെ അശ്വതി മുതലായിട്ടുള്ള നക്ഷത്രങ്ങളെ ധൂമകേതു മുതലായിട്ടുള്ള ഉൽപാദഗ്രഹങ്ങളെ മറ്റുള്ള പ്രപഞ്ചം സകലവും എന്ന് പറയണു. അങ്ങനെ ഇതെല്ലാം ആ പുരുഷൻ തന്നെയാണ്. ആ 10 അങ്കുലം പരിണാമമുള്ള ആ പ്രദേശത്താൽ തൻ്റെ അനേക ബ്രഹ്മാണ്ടങ്ങളെ വഹിച്ചിരിക്കുന്ന ആ മഹാപുരുഷൻ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെടുന്നത് ആ മഹാപുരുഷൻ തന്നെയാണ്. ആ പരമപുരുഷനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം ആ പുരുഷനിൽ നിന്ന് വേറെയല്ല. പുരുഷനും പ്രപഞ്ചവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നെല്ലാം ഇതുവരെ നമ്മൾ പാരായണം ചെയ്ത ഭാഗങ്ങളെ കൊണ്ടുള്ള അർത്ഥങ്ങളെ ഇവിടെ പറയണു. ഇനി അടുത്തത് 16-ാമത്തെ അധ്യായം മുതലാണ് ശ്ലോകം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. സർവം പുരുഷ ഏവേദം ഭൂതഭവ്യം ഭവച്ചയത് തേനേതമാവൃതം വിശ്വം വിസ്തൃതിം അതിതിഷ്ഠതി സ്വദിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ ഏവം വിരാജം പ്രതപൻ തപ്യതന്തർബഹിർപുമാൻ സോമത്യരസാ
അഭയസ്യേശോ മർത്യമന്യം യത് അത്യഗാത് മഹിഷൈ തതോ ബ്രഹ്മൻ പുരുഷസ്യാതുരത്യയാ പാദേഷു സർവഭൂതാനി പുംസസ്ഥിതി വിദോ അമൃതം ക്ഷേമം അഭയം ത്രിമൂർധ്നോധായി മൂർധസു പാദസ്ത്രയോ ബഹിസ്തസ്വാൻ അപ്രജാനം ആശ്രമ അന്തസ്ത്രിലോക്യാ തത്പരോ ഗൃഹമേധോ ബൃഹദ്വ്രതാം ശ്രുതി വിചക്രമേ വിശ്വംഗ ശശനേ ഉഭേ യദവിദ്യാ ച വിദ്യാ ച പുരുഷാസ്തു ഉഭയാശ്രയാ തസ്മാദണ്ഡം വിരാട്യജ്ഞേ ഭൂതേന്ദ്രിയഗുണാത്മകം തദ്ദ്രവ്യമാത്യാഗത് വിശ്വം ഭോഗി സൂര്യ ഇവ തപം യദാസ്യ നാഭ്യാദ്നളിനാദഹം അസം മഹാത്മനാനാവിധം യജ്ഞ സംരംഭൻ പുരുഷാവയവതാഹൃദേ തേഷു യജ്ഞസ്യ പശവ സവനസ്പതയാകുശ ഇദം ചാദേവയജനം കാലശ്ചോരുഗുണന്യതാം വസ്തുന്യോഷധയാ സ്നേഹ രസലോഹാമൃതോ ജലം ഋജോ യജുംഷി സാമാനി ചതുർഹോർത്തം ച സത്തമാ നാമധേയാനി മന്ത്രാംശ്ച ദക്ഷിണാശ്ചാവൃതാനി ച ദേവാനുക്രമകൽപ്പ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മതയാ ശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതോ സംഭാരോ സംബുധാമയാ ഇതി സംബുധ സംഭാരോ പുരുഷാവയവൈരഹം തം ഏവ പുരുഷം യജ്ഞം തേനൈവായജമ ഈശ്വരം തതസ്തേ പ്രാതര ഇമേ പ്രജാനാം പതയോ നവ അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിത തതശ്ച മാനവകാലായി ഈജിരേ മുനയോ പരേ പിതരോ വിബുധാ ദൈത്യോ മനുഷ്യ കതുഭിർവിഭും നാരായണേ ഭഗവതി തതിദം വിശ്വമാഹിതം മായോരുഗണ സ്വർഗാദൗ അഗുണസ്വതാം സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരേതി തദ്വശ വിശ്വം പുരുഷരൂപേണ പരിപാദീത് ത്രിശക്തിദ് ഇതി തേ പഹിതം താതാ യദേതത് അനുപൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സത് ആസ ഭാവ്യം സതതാത്മകം ന ഭാരതീമേംഗ മൃഷോപലക്ഷ്യത്തെ ന കർഹിജിത് മേ മനസോ മൃഷാഗതി ന മേ ഋഷിഗാണി പതന്ത്യ സത്പദേ യദ്മേ ഹൃദൗ കണ്ഡ്യവതാധൃതോ ഹരി സോഹം സമാംനായ മയസ്തപോ മയാ പ്രജാപതീനം അഭിവന്ദിതപദീയാസ്തായ യോഗം നിപുണം സമാഹിതാതം നാദ്യ ഗച്ഛം യദ ആത്മസംഭവ നദോസ്മ്യഹം തയത് ചരണം സമീയുളം ഭവച്ഛിതം സ്വസ്ത്യയനം സുമംഗളം യോഹ്യാത്മമായ വിഭവന്നുവര്യഗാദ്യഥാനവാസ്വാന്തം അഥാ പരേ കൃതാനഹം ന യൂയം യത് ഹൃദം ഗതിർവിദുർ നവാമദേവ കിമുതാ പരേ സുരാ യന്മായയാ മോഹിത ബുദ്ധയാസ്ത്വിതം വിനിർമ്മിതം സാത്മാ സമാവിചക്ഷമഹേ യസ്യാവതാരകർമാണി
ഗായന്തീഹ്യ അസ്മദ് ആദയ നയം വിന്ദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. നിറഞ്ഞ ആവരണം ചെയ്തു നിൽപ്പൂ വിശ്വത്തിലീശ്വരൻ നിജമണ്ഡല സമ്പൂർണ്ണ സൂര്യ തേജസ്സുമാതിരി പ്രകാശിപ്പിക്കുന്നി ദേവം വിരാട്ടിൻ്റെ അകമ്പുറം അമൃതാഭയൻ അദ്ദേഹം മത്യന്നാധികനാകയാൽ ഇതാകുന്നു വിരാട്ടിൻ്റെ അസാധാരണ യോഗ്യത. ലോകങ്ങളാർക്കു പാദങ്ങൾ തൃതീയാംശങ്ങൾ പ്രാണികൾ അമുദം ക്ഷേമം അമഭയം ത്രിലോകോത്തരവർത്തികൾ. മൂന്നാശ്രമങ്ങളും മീതേ ഗാർഹസ്യം മാത്രമുള്ളിലും ഗൃഹമേദിക്കന്യമല്ലോ ബ്രഹ്മചര്യം ബൃഹദ്വൃതം ശശനാശനാദ്വന്ദ്വം. വീണ്ടും ജീവന്റെ സംസ്കൃതി വിദ്യയൊന്നന്യൻ അവിദ്യ രണ്ടും പുരുഷ സംശ്രിതം. ഭൂതേന്ദ്രിയ ഗുണോപേതം വിരാട്ടും ബ്രഹ്മഗോളവും പ്രകാശിപ്പിച്ച അർക്കനെ പോലെ അതിവർത്തിപ്പതീശ്വരൻ ആ മഹാനാഭിനളിനത്തിങ്കൽ ആവിർഭവിക്കയെ ഞാൻ കണ്ടില്ല യജ്ഞസംഭാരം തദംഗേതരമേ ഒന്നുമേ. യജ്ഞത്തിൽ ആവശ്യമുള്ള പശുയൂപകുശാദിയും ഗുണോപേതവസന്താദികാലവും യജ്ഞഭൂമിയും ഘൃതം മുതൽ കാറും 6 രസംരീഹിയും യജ്ഞപാത്രവും സ്വർണാദ്യങ്ങൾ ലോഹങ്ങൾ സങ്കല്പം മുത്തുവെള്ളവും ഋഗ്യജു സാമത്രയും ഋഗ്യജുസ്താമസ്ത്രയും ചാതുർഹോത്രാദികർമ്മവും സ്വാഹാരാദികേ മന്ത്രങ്ങൾ ജ്യോതിഷ്ടോമാദിപേരുകൾ വ്രതം മതം ദേവതകൾ കർമ്മപദ്ധതി ദക്ഷിണ അവങ്കലിന്നു സൃഷ്ടിച്ചൻ പ്രായശ്ചിത്താർപ്പണങ്ങളും ഏവം സമ്പുത സംഭാരൻ പുരുഷാവയവങ്ങളല്ല അവനെ തന്നെ യജിച്ച് യജ്ഞത്താൽ യജ്ഞമൂർത്തിയെ പിന്നെ പ്രജാതിപതികളാം നിന്റെ 9 സോദരർ യജിച്ചവനെ വ്യക്താവ്യക്തനെ സുസമാഹിതൻ ബിംബദ്ദേഹത്തെ യജിച്ചു. യജ്ഞം കൊണ്ടു മനുക്കളും അപരർഷികളും ദേവാസുരർ മർത്യപിതുക്കളും സ്വതവേ നിർഗുണന്മായ ഗൃഹീത ഗുണനാകയാൽ ഭവാൻ നാരായണനിൽ ആഹിതം വിശ്വമെത്രയും തന്നിവേശാൽ ഞാൻ രചിപ്പൂ ഹരിപ്പൂഹരനിങ്ങനെ തന്നിദേശാൽ ഞാൻ രചിപ്പൂ ഹരിപ്പൂഹരനങ്ങനെ പാലിക്കുന്നു ത്രിഗുണവാൻ വിഷ്ണു വിശ്വം യഥോചിതം. പറഞ്ഞു തന്നു ഞാനുണ്ണി നീ ചോദിച്ചതിനുത്തരം. ഭഗവത് ഭിന്നമായിട്ടില്ലൊന്നും സദാത്മകം. പിഴക്കയില്ലംഗമതീയ ഭാഷിതം ചരിച്ചിടാറില്ല പദത്തിലെന്മനം. വീഴില്ല ബന്ധങ്ങളിൽ ഇന്ദ്രിയങ്ങളും വാഴുന്നിതൻ ഭക്തിയിലെപ്പോഴും ഹരി. ഞാനേ സഭാന്മയൻ തപോമയൻ പ്രജാപതിക്കേവനുമേഷ്ടനാം പതി. യോഗാത്മകൈവാഗ്ര മനസ്സുമെങ്കിലേ അജ്ഞാതനീയുള്ളവൻ ആത്മസംഭവൻ. നമിപ്പു ഞാനാചരണം നിജാശ്രയീ ഭവച്ഛിതം സ്വസ്ത്യയനം സുമംഗളം.
അജ്ഞേയമേ വിണ്ണിനതിന് അതിർത്തി പോൽ തൻയോഗമായ പരിണാമമീശനും ഓർപ്പീല ഞാൻ നിങ്ങൾ ഹരൻ സുരാദിയും പരാൽപരന്മാർ വഴി യോഗമായയാൽ അവൻ വിനിർമ്മിച്ച ജഗത്തിനെ കുറിച്ചോതുന്നു നമ്മുടെ അല്പബുദ്ധിയാൽ. വാഴുന്നിതാർ തന്നവതാരവും ലീലയുമാണു നാം അറിവീലാരെ ശരിക്ക ഭഗവാനൻ നമസ്കൃതി. അപ്പോൾ ഇതാ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ആരാണ്? ബ്രഹ്മാവാണ് പറയണത്. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് പറഞ്ഞുകൊണ്ടിരിക്കണോ, എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നാരദ മഹർഷി ചോദിക്കണേന് ഉത്തരമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയണോ, ഈ സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെയാണ് വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളെയും ഉള്ളിലും പുറത്തും സകലത്തെയും പ്രകാശിപ്പിക്കുന്നത് എന്ന് പറയണം. ഈ പുരുഷൻ ഭയമില്ലാത്തതായ ആനന്ദത്തിന്, അതായത് അഭയം ഇല്ലാണ്ടാവുമ്പോഴാണ് ഭയം ഉണ്ടാവുക അല്ലേ? ഭഗവാനിലെ അഭയം പ്രാപിച്ചാൽ എന്തേ ഉള്ളൂ? ആനന്ദമേ ഉള്ളൂ. അപ്പോൾ ഭയമില്ലാത്ത ആനന്ദത്തിൻ്റെ പ്രഭുവാണ് ഭഗവാൻ. മരണധർമ്മങ്ങൾക്കുള്ള കർമ്മഫലത്തെ അതിക്രമിച്ചവനാണ്. അതുകൊണ്ട് പുരുഷൻ്റെ മഹിമയ്ക്ക് ആ മഹിമ വർണ്ണിക്കാനൊന്നും സാധിക്കില്ല, അതിന് ഒരു അന്തം ഇല്ല. അതുകൊണ്ട് അത് നമ്മളെപ്പോലെയുള്ളവർക്ക് അറിയാൻ കഴിയുന്നതുമല്ല എന്ന് പറയണം. ഭൂമി മുതലായിട്ടുള്ള ലോകങ്ങളെ പാദങ്ങളായി ധരിച്ചിരിക്കുന്ന പരമപുരുഷൻ്റെ പാദങ്ങളിൽ ജീവന്മാരിയ്ക്കുന്നു എന്ന് മഹാത്മാക്കൾ അറിയാണ് ചെയ്യണത്. 3 ലോകങ്ങളുടെയും ശിരസ്ഥാനമായിരിക്കുന്ന മഹർലോകത്തിൻ്റെ മേലായിരിക്കുന്ന ജനർലോകം, തപോലോകം, സത്യലോകം എന്നീ 3 ലോകത്തിലും നാശമില്ലാത്ത സുഖം, ക്ഷേമം, മോക്ഷം എന്നിവ ക്രമത്തിലുണ്ട്. അവയെ 3 ശിരസ്സുകളിൽ ധരിച്ചിരിക്കണോ. പുരുഷോൽപത്തിക്ക് ഹേതുവായിട്ടുള്ള ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി എന്നീ ഇവരുടെ 3 ആശ്രമങ്ങൾക്കും 3 ലോകങ്ങളുടെ പുറത്ത് ആ വിരാട് പുരുഷൻ്റെ 3 പാദങ്ങളായിട്ട് ഇരിക്കണു. അപ്പോൾ ബ്രഹ്മചര്യവ്രതമില്ലാത്ത ഗൃഹസ്ഥൻ്റെ ആശ്രമം ആ 3 ലോകത്തിനുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായിട്ട് ഇരിക്കണു എന്നെല്ലാം പറയുകയാണ്. ബഹുവിധത്തിൽ അങ്ങനെ എങ്ങും വ്യാപിച്ചുകൊണ്ട് പ്രകാശിച്ചിരിക്കുന്ന ക്ഷേത്രജ്ഞൻ്റെ ഭോഗത്തിനും ക്ഷേമത്തിനും സാധനയായിട്ടിരിക്കുന്ന 2 മാർഗങ്ങളുണ്ട്. ദക്ഷിണായനഗതി, ഉത്തരായനഗതി എന്ന് 2 പേര്. ഇത് 2-ൽ നിന്നും ഒന്ന് കർമ്മസ്വരൂപവും മറ്റൊന്ന് ഉപാസനാരൂപവുമാണ്. ക്ഷേത്രജ്ഞൻ ആ 2 മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവണില്ലെങ്കിലും വെറുതെ ഇത് അനുസ്മരിച്ച് പോണത് തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒന്നും മനസ്സിലാവണ്ട, പക്ഷേ ഇതിനെ ഒന്ന് അനുസ്മരിച്ച് പോയാൽ അത്രയും പുണ്യമാണ് എന്ന് മഹാത്മാക്കൾ പറയണം. മനസ്സിൽ ആവാൻ വെച്ചാൽ ഇതിൽ നിന്നൊന്നും വായിച്ചത് കൊണ്ടൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പിന്നെ എന്തിനാ അതൊക്കെ വായിക്കണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭാവം ഉണ്ടാവും, ആ ഭഗവാന്റെ മഹത്വം എത്രയുണ്ടെന്ന്. അപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, ആ മഹത്വമുള്ള ഈശ്വരനോടൊരു ഭക്തിഭാവം ഉണ്ടാവും. ഈശ്വരൻ നാമങ്ങളെ ജപിക്കാനായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആ ഭഗവാനിൽ മനസ്സിലയിച്ച് ഈശ്വരനാമങ്ങളെ ജപിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളിലും അകത്തും പുറത്തും ഒക്കെ ഇരിക്കേണ്ട ഒന്നാന്നുള്ള തെളിവ് നമുക്ക് താൽപ്പാൽപ്പമായിട്ട് തെളിഞ്ഞ് നമുക്ക് വരും. അത് അങ്ങനെയാണ്. അല്ലാതെ ഇതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആവാം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കില്ല.
അത് ആ ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ നമുക്ക് അനുഭവമായിട്ട് തീരണം. ആ ഭഗവാന്റെ കൃപ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നാമജപത്തിലൂടെ, ഈശ്വരോപാസനയിലൂടെ, ഇതുപോലെയുള്ള ശ്രവണങ്ങളിലൂടെ, മനനങ്ങളിലൂടെയൊക്കെ സദാ ആ ഭഗവാനോട് ചേർന്ന് ഇരിക്കണം, അല്ലേ? ഉപവാസം, നമ്മൾ ഏകാദശി ഉപവാസം എടുത്തു, ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ ഏകാദശിക്ക്, അല്ലേ? പല വിധത്തിൽ പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഏകാദശി ഉപവാസം എടുക്കണ്ടേ, ദശമിക്ക് തൊട്ടിട്ട് വൈകുന്നേരം തൊട്ടിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയണ്ടല്ലോ, അതല്ല സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കണം എന്ന് പറയണ്ടല്ലോ, പിന്നെ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു പലരും ചോദിച്ചു. യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് വെച്ചാൽ അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ആഹാര നിഹാരാദികളെക്കാളും പ്രധാനമായിട്ടുള്ളത് എന്താ? ആ ശരീരത്തിൻ്റെ എല്ലാ ശരീരം ഒരുപോലെ ആവില്ല, അല്ലേ? എല്ലാ ശരീരത്തിൻ്റെയും കാര്യങ്ങൾ ഒരുപോലെ ആവില്ല. അങ്ങനെ ഉണ്ടാവുമോ? ചിലവർ, എനിക്ക് അറിയാം, ഗോവർദ്ധന പരിക്രമ ചെയ്ത സമയത്ത് ഒരിക്കൽ ഞങ്ങളുടെ കൂടെ വന്ന 2 കുട്ടികൾ നിർജ്ജലമായിട്ട് ഉപവാസം എടുത്തിട്ട് ഗോവർദ്ധന ജലം, അതായത് ഉമിനീര് പോലെ ഇറക്കാണ്ട് അവർ അത്രയും ദൂരം നടന്ന് 22 കിലോമീറ്റർ നടന്നു എന്നുള്ളതാണ്. അന്നത്തെ ദിവസം നിർജ്ജലമായിട്ട് വ്രതമെടുത്തിട്ട് നാമജപം മാത്രം, വേറെ ആരോടും മിണ്ടില്ല. അവർ മൗനമായി നടക്കുകയുള്ളൂ. എന്നുവെച്ചാൽ മനസ്സിൽ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? എത്ര പേരുടെ മനസ്സിന് അത്ര ദൃഢത ഉണ്ടാവും? എത്ര പേർക്ക് അത് സാധിക്കും? അപ്പോൾ അതൊക്കെ ഓരോ തലങ്ങളും ഓരോരുത്തരുടെ ഓരോ ജീവനും അനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. ഒരാൾ ചെയ്യണ പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഉപവാസം, ഭഗവാന്റെ അടുത്തിരിക്കുക. ഇന്ന് ഏകാദശിയാണ്. നാളെ ഞാൻ ഉപവാസം എടുക്കും എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം മുഴുവനും ലോകവർത്തമാനങ്ങളൊന്നും ഇല്ലാണ്ട് ഈശ്വരനാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട്, ഈശ്വര ഭക്തന്മാരെ കണ്ടുകൊണ്ട്, ഈശ്വരൻ്റെ അടുത്ത് ഈശ്വരനോട് ചേർന്ന് ഈശ്വര സ്മരണകളിലൂടെ, സത്സംഗങ്ങളിലൂടെ, ഗ്രന്ഥപാരായണങ്ങളിലൂടെ മനസ്സെപ്പോഴും ഭഗവാനോട് ചേർത്ത് വച്ചിരിക്കുക. ആ ശരീരത്തിന് വേണ്ടതൊക്കെ ശരീരത്തിന് ഒരു പക്ഷേ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ശരീരം നമ്മൾ പറഞ്ഞതുപോലെ കേട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട്, കാരണം നമുക്കൊക്കെ ശരീരബോധം ഉള്ളവരാണ്. തീർച്ചയായിട്ടും അതെ, നമ്മളൊന്നും എവിടെയും എത്തിയിട്ടില്ല, നമുക്ക് തോന്നുകയാണ് എത്തി എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞോണ്ട് ശരീരം അതിൻ്റെ ഒരു ഇതുകൊണ്ട്, ശരീരത്തിന് ആരോഗ്യം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് നിർജ്ജല ഏകാദശിയൊക്കെ എടുത്തു. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞല്ലോ നിർജ്ജല ഏകാദശി, നിർജ്ജലമായിട്ട് ഉപവാസത്തിലായിരുന്നു എന്ന്. അതുപോലെ നമ്മൾ നിർജ്ജലമായിട്ട് ഏകാദശി ഉപവാസമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ലോകവർത്തമാനങ്ങളും പറഞ്ഞ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ്, വേണ്ടാത്തത് പറഞ്ഞ്, TV കണ്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതല്ല, അങ്ങനെ ആയിട്ട് കാര്യമില്ല. എപ്പോഴും ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതല്ലെങ്കിൽ എല്ലാവരും എടുക്കണ്ട, അവർക്കൊക്കെ അത് എടുക്കാൻ പറ്റണ്ട എന്ന് ഞാനും ചെയ്യാൻ പോവുക, പരിശ്രമിക്കട്ടെ എന്ന് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പറ്റണില്ല, തലവേദനയായി, ബുദ്ധിമുട്ടായി ഒക്കെ വരുമ്പോൾ ദാഹിച്ചിട്ട് വലഞ്ഞിട്ട് നമുക്ക് തൊണ്ടയൊക്കെ പൊട്ടിപ്പോണ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്കിങ്ങനെ വന്നു ചേരുമ്പോൾ നമുക്ക് ശ്രദ്ധ മുഴുവൻ എവിടെയോ, ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്തതിൻ്റെ വിഷമം അത്രയും കഷ്ടപ്പെട്ട് പലരും പറയണ കേട്ടിട്ടുണ്ട് അങ്ങനെ വ്രതം എടുത്തു എന്നുള്ളത്. നമ്മൾ ഇതൊന്നും ദേഹബോധം മറക്കുമ്പോൾ ഇതൊന്നും, അപ്പം നമുക്ക് ദേഹബോധം മറക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ളവർ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേണം, സ്വസ്ഥമായ ആസനത്തിലിരുന്നിട്ട് ജപിക്കാനൊക്കെ പറ്റണം. അപ്പോൾ ആ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാണ്ട് ഇരിക്കുക തന്നെയാണ് വേണ്ടത്. ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ജീവിത രീതികളെ കൊണ്ട് പ്രഷർ, ഷുഗർ കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അതുകൊണ്ട് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് ആ ഏകാദശിക്ക് അതുകൊണ്ടാണ് പറയണത്, വ്രതമെടുക്കുമ്പോൾ ഏതെങ്കിലും നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണം മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു നേരം, അങ്ങനെയൊക്കെ പല വിധികൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പറ്റാവുന്ന വിധികൾ എടുക്കണം, അതാണ് വേണ്ടത്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം മാത്രമേ മനസ്സിനെ ഏകാഗ്രമായിട്ട് ആ ഈശ്വരോപാസന ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഉപവാസം. അപ്പോൾ ആ ഏതൊരു ഈശ്വരനിൽ നിന്നാണോ, ആ ഈശ്വരനാണ് സർവ്വദിക്കിലും നിറഞ്ഞിരിക്കുന്നത്. അത് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഭഗവാനാണെങ്കിൽ യജ്ഞസാധനങ്ങളും വേറിട്ടതല്ലാത്തത് കൊണ്ട്
യജ്ഞങ്ങൾ കൊണ്ട് ആരാധനത്തിന് ചെയ്തതുകൊണ്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശങ്ക നമുക്കുണ്ടായല്ലോ. പൂജ ചെയ്യണ വസ്തുവും പൂജിക്കുന്ന ആളും പൂജ ചെയ്യണ വസ്തുവും ആ വിഗ്രഹം ഇതെല്ലാം ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാ പൂജിക്കണേ എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഭഗവാൻ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന്റെ നാഭികമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ അപ്പോൾ ആ യാഗ അവയവങ്ങളെ കൂടാതെ യാഗത്തിനുള്ള ഉപയോഗമുള്ള പദാർത്ഥങ്ങളെ എനിക്ക് അറിഞ്ഞിട്ടില്ല. ആ പുരുഷനെ കൂടാണ്ട് യാഗസാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറയണു? ഈ ബ്രഹ്മാവ് പറയണു. അപ്പോൾ പറയണു, ഹേ നാരദ, ആ പുരുഷൻ്റെ അവയവങ്ങളിൽ നിന്ന് യാഗത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ, പശുക്കൾ, യൂപങ്ങൾ, ദർഭകൾ, യാഗഭൂമി, ഗുണമുള്ളതായിട്ടുള്ള വസന്താദി കാലം, പാത്രം, ഔഷധികൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, സുവർണ ലോഹങ്ങൾ, മണ്ണ്, ജലം, യജസ്സുകൾ, ഋക്കുകൾ, ഇതെല്ലാം എല്ലാവിധത്തിലുള്ള എല്ലാം ഭഗവാനിൽ നിന്നാണ്. ഓരോ മന്ത്രങ്ങൾ, ദക്ഷിണകൾ, വ്രതങ്ങൾ, ദേവതകളുടെ ഉദ്ദേശം, കർമ്മങ്ങൾ, ഇതൊക്കെ എല്ലാത്തിനും അടിസ്ഥാനം എന്താണ്? ആ പുരുഷാവയവങ്ങളിൽ നിന്ന് തന്നെയാണ് സമ്പാദിച്ചത് എന്ന് പറയണു. അപ്പോൾ ഇപ്രകാരം പുരുഷാവയവങ്ങളിൽ നിന്നുള്ള സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് ആ ഭഗവാനായിട്ടുള്ള പുരുഷനെ അവയെ സമർപ്പിച്ചുകൊണ്ട് പൂജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നമ്മൾ സമർപ്പിക്കുന്ന യജ്ഞങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് സ്വീകരിച്ച് ഭഗവാന് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ? നമ്മൾ പണ്ട് ഉദാഹരണം പറയാറില്ല, അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അച്ഛന് ദക്ഷിണ നൽകിയെന്ന് പറഞ്ഞില്ലേ, പറയാറില്ലേ ഒരു ഉദാഹരണം? അതുപോലെ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്കായിട്ട് ആ ഭഗവാന് നൽകാൻ എന്തേലും നമ്മുടെ പരിപൂർണമായ സമർപ്പണം, ആ പരമമായ പ്രേമമാണ് നമ്മുടെ ഉള്ളിലെന്ന് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈശ്വര കഥകൾ കേട്ട് ഈശ്വര നാമം ജപിച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ആ പ്രേമഭാവത്തോട് നിറയണം. പിന്നെ ഇതുപോലെയുള്ള കർമ്മങ്ങളിലൂടെയും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രേമഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ അനുഭവമായിട്ട് തീരണമെന്ന് പറയാം. പുരുഷാവയവങ്ങളിൽ നിന്ന് സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് പൂജിക്കാനുള്ള പദാർത്ഥങ്ങളൊക്കെ ആ പൂജ്യനായ ഭഗവാനും ഒന്നു തന്നെയാണ്. പിന്നെ പറയണു, നാരദ, നിൻ്റെ ഭ്രാതാക്കളായിട്ടുള്ള 9 പ്രജാപതികളുണ്ടല്ലോ, അവർ സ്വതവേ ഇന്ദ്രാദി ദേവസ്വരൂപത്താൽ വ്യക്തനായിട്ടുള്ള പുരുഷനെ അവർ പൂജിച്ചു എന്ന് പറയണു. പിന്നെ ഉണ്ടായത് സ്വയംഭവ മനു മുതലായ മനുക്കൾ, മുനികൾ, മറ്റുള്ള മുനികൾ, പിതൃക്കൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യന്മാർ എല്ലാവരും എത്ര കാലം അവർക്കുണ്ടോ ആ കാലമെല്ലാം ആ ഭഗവാനെ, ഈശ്വരനെ പൂജിക്കുകയാണ് ചെയ്തത്. ഈ പ്രപഞ്ചം ശ്രീനാരായണനിൽ അടങ്ങിയിരിക്കുകയാണ്. ആ ഭഗവാനാവട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവനാണ്. സൃഷ്ടിയുടെ ആദ്യകാലത്ത് മായയുടെ ഗുണങ്ങളെ സ്വീകരിച്ചവനാണ്. അപ്പോൾ ഈശ്വരനിൽ നിന്നാൽ പ്രേരിക്കപ്പെട്ട് ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യണത്. ശിവൻ ഈശ്വരൻ്റെ പ്രേരണ കൊണ്ട് ശിവൻ എന്ത് ചെയ്യണു? ഭഗവാൻ അല്ലേ, ഭഗവാനിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ബ്രഹ്മാവ് ആ ഒരു ഭാവത്തിൽ പിന്നെ ശിവനായിട്ടും വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ സംഹാരഭാവത്തിൽ ഇരിക്കണു. ത്രിഗുണാത്മികമായ മായയെ അംഗീകരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണൻ തന്നെ വിഷ്ണു രൂപം കൊണ്ട് ഈ ലോകത്തെ പരിപാലിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട കാരണരൂപമായിട്ടുള്ള ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല എന്ന് നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ വാക്കുകൾ ഒരിക്കലും കളവായിട്ട് വരില്ല. കാരണം എൻ്റെ മനസ്സ് ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതൊന്നും കളവായിട്ട് വരില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗങ്ങളിലൂടെ സഞ്ചരിക്കണില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് കളവായിട്ട് വരില്ല. കാരണം ഇത് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് അസത്യത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുകയും എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കാണ്ടിരിക്കുകയും ചെയ്യണതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഭക്തിയെ നിറച്ചു വച്ചിരിക്കുകയാണ്. ഭക്തിയാണ് അതിന് അടിസ്ഥാനം.
എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഭക്തിയാണ്. ആ ഭക്തി കൊണ്ട് ഞാൻ ഭക്തി നിറഞ്ഞ മനസ്സുകൊണ്ട് ഞാനിതാ സാക്ഷാൽ ആ മനസ്സിൽ സാക്ഷാൽ ശ്രീഹരിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദേവനായിരുന്നിട്ടും തപസ്സു തന്നെ എൻ്റെ ശരീരമായിട്ടിരുന്നിട്ടും കശ്യപ പ്രജാപതികളുണ്ടല്ലോ, അവരെ കൊണ്ട് വന്ദിക്കപ്പെട്ടവനായിരുന്നിട്ടും അവർക്കൊക്കെ രക്ഷിതാവായിരുന്നിട്ടും അതിശ്രേഷ്ഠമായ യാജ്ഞത്തെ ഞാൻ അഭ്യസിച്ചവനായിരുന്നിട്ടും അത് സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടും കൂടെ ഏതൊരു പുരുഷനിൽ നിന്നാണോ ഞാൻ ഉണ്ടായത് ആ പുരുഷനെ ഞാൻ അറിയണില്ല എന്ന് ഞാൻ പറയണു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എല്ലാവരാലും പൂജിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ഭഗവാനിൽ നിന്ന് ഞാനുണ്ടായി. പക്ഷേ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ എനിക്ക് കഴിയില്ല, ഞാൻ അറിയണില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയണേന് അത്ഭുതമില്ലല്ലോ എന്ന് പറയാം. ഞാൻ ആ ഭഗവത് ചരണാരവിന്ദത്തെ നമസ്കരിച്ച് ഒരുവിധം ഭഗവാനാണ് ഞാൻ ഉണ്ടാവാൻ എൻ്റെ ഉൽപ്പത്തിക്ക് കാരണം ആരാണെന്നറിഞ്ഞു. ഭഗവാനാണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ആ അറിവുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് ആ അറിവിനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്ക് ആ അറിവിനെ തരുന്നതും ഭഗവാൻ തന്നെയാണ്. അത് ആ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെയാണ്. ഭഗവാന്റെ ആ മായാവൈഭവത്തെ അറിയാൻ നമുക്കാർക്കും സാധിക്കില്ല. അപരിച്ഛിന്നമായ ആകാശം അതിൻ്റെ ആദ്യം എവിടെയെന്നൊന്നും നമുക്കറിയാൻ കഴിയണില്ലല്ലോ. അതുപോലെയാണ് ആ ഭഗവാന്റെ മഹിമ, ആ ഭഗവത് മഹിമയെ അറിയാൻ വളരെയധികം പ്രയാസം തന്നെയാണ്. സൃഷ്ടികർത്താവായ ഞാനും എൻ്റെ അംഗത്തിൽ നിന്നുണ്ടായവരായ സനകാദികളായിട്ടുള്ള മഹർഷീശ്വരന്മാരും പ്രജാപതികളും അതുപോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും നാരദ മഹർഷിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സാക്ഷാൽ ശ്രീ പരമേശ്വരനും ഈ ഭഗവാന്റെ സാക്ഷാൽ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പരമാർത്ഥ രൂപത്തെ അറിയുന്നവരല്ല. കാരണം ഭഗവത് മായ എല്ലാവരുടെ ബുദ്ധിയെയും മോഹിപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് അതിന് കാരണം. ഭഗവാന്റെ സ്വരൂപത്തെ അറിയില്ല എന്ന് മാത്രമല്ല, ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ പ്രത്യക്ഷമായിട്ട് കാണുന്നുവെങ്കിൽ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച വിധത്തിൽ മാത്രമേ നമ്മളത് അറിയണുള്ളൂ. നമ്മൾ കാണുന്നതിനെ പോലും നമ്മളുടെ ബുദ്ധി എങ്ങനെയാണ് ആ ബുദ്ധിക്കനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണുള്ളൂ. അതിൻ്റെ യഥാർത്ഥമായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണില്ല. ഭഗവത് സ്വരൂപത്തെ അറിയാണ്ട് മുക്തിയില്ല. അധികാര പുരുഷന്മാർ ഈശ്വരന്മാരെ അറിയണില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് അറിയാൻ സാധിക്കുക എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഭക്തി കൊണ്ട് മാത്രമേ ആ ഭഗവാന്റെ ആ മഹത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായി അറിയാൻ പറ്റില്ല എങ്കിലും അല്പാൽപ്പം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ ഉള്ളൂ. ഭക്തിയും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും മാത്രം ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതിന് ഭഗവാന്റെ അവതാര ചരിതങ്ങളെ പറ്റി കേൾക്കണം. അപ്പോഴല്ലേ ഭഗവാന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ധാരാളം ഈശ്വരനെ പറ്റി കേൾക്കുമ്പോൾ, ആ മഹത്വത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ആ ഭഗവാന്റെ അതിലേക്ക് ഒരു പ്രേമഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാവുകയും ഭഗവാന്റെ നാമങ്ങളെ ജപിക്കുകയും ചെയ്യണം. കൂടുതൽ കേൾക്കാനും ഈശ്വര പൂജ ചെയ്യാനും ഒക്കെ നമുക്ക് പ്രേരണയായിട്ട് തീരണു. അങ്ങനെ ആ സംസാരത്തിൽ നിന്ന് മോചിക്കുന്ന മുക്തിയെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് അല്പാൽപമായിട്ടായാലും ഈ സൃഷ്ടിലീലകളിലൂടെ സൃഷ്ടിച്ച് ആ ജീവനെ അല്പാൽപമായിട്ട് അറിവ് പകർന്നു കൊടുത്ത് തന്നിലേക്ക് അടുപ്പിച്ച് ജീവൻ മുക്തനാക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് ആ 38ാമത്തെ ശ്ലോകം അതുവരെ വായിച്ചത് അത് അവിടെ സമർപ്പിച്ചു. ഇനി 39ാമത്തെ ശ്ലോകം മുതൽ. സ ഏഷ ആദ്യപുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ
ആത്മാത്മാന്യാത്മനോത്മാനം സംയശ്ചതീച പാതിജ വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യക് അവസ്ഥിതം സത്യം പൂർണ്ണം അനാത്യന്തം നിർഗുണം നിത്യമവ്യയ അദ്വയം ഋഷേ വദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയ യഥാ തഥൈവാസത് തർക്കൈ സ്ഥിരോദീയതേ വിപ്ലുതം ആദ്യാവതാര പുരുഷപരസ്യ കാലസ്വഭാവത അസദ്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട്സ്താസ്നു ചരിഷ്ണു ഭൂമ്ന അഹം ഭവോ യജ്ഞ ഇമേ പ്രജേശ ദക്ഷാദയോ യേ ഭവത് ആദയശ്ച സ്വർലോകപാല ഖഗലോകപാല നിർലോകപാല സവലോകപാല ഗന്ധർവ വിദ്യാധരചാരണേശായേ യക്ഷരക്ഷോരകനാഗനാഥ യേ വാ ഋഷീണാം ഋഷഭാപ്രതീനാം ദൈത്യേന്ദ്രസിദ്ധേശ്വരദാനവേന്ദ്ര അന്യേ ജയേ പ്രേതപിശാചഭൂത കുഷ്മാണ്ഡായ യാദോ മൃഗ പശ്വതീശായത്കിഞ്ചലോകേ ഭഗവൻ മഹത്വത് ഓജസ്സഹസ്വത് ബലവത് സമാവത് ശ്രീഹ്രീ വിഭൂത്യാത്മവത് അത്ഭുതാർണവം തത്വം പരം രൂപവത് അസ്വരൂപം പ്രധാന്യതോ യാന്യർഷ ആത്മമന്തി ലീലാവതാരൻ പുരുഷസ്യ ഭൂമ്ന ആഭീയതം കർണകഷായ ശേഷൻ അനുക്രമേഷ്യേത ഇമൻ സുപേശാൻ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ സാമഗാനനിരൂപണം നാമ ഷഷ്ടോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവൻ ആദ്യ പുരുഷൻ തന്നാലെ തന്നിൽ നിന്നവൻ സൃഷ്ടിച്ചു പാലിച്ചു സംഹരിപ്പു കൽപ്പങ്ങളിൽ സ്വയം വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക്ഷാർത്ഥമന അസംശയം സത്യപൂർണമന അനത്യന്തം നിർഗുണം നിത്യമോ അദ്വയം ഋഷേ മുനികൾ കണ്ടെത്തും പ്രശാന്താത്മേന്ദ്രിയാശയർ ഇതെങ്കിലും പലപ്പോഴും അസത് തർക്കത്തിൽ വിപ്ലുതം ആദ്യാവതാരം പുരുഷൻ വിഭൂതികാലം സ്വഭാവം സന്മതങ്ങൾ ദ്രവ്യം വികാരം ഗുണമിന്ദ്രിയങ്ങൾ വിരാട് സ്വരാട് സാവര ജംഗമങ്ങൾ യജ്ഞൻ ഭവന്യഖില പ്രദേശം ദക്ഷാദിയജ്ഞന്യർഹ അന്യമഹർഷിമാരും സ്വർഗം പ്രഭുവസ് ഭുവനം ഭരിപ്പോർ പാതാളപര്യന്ത തലാധിപന്മാർ ഗന്ധർവ വിദ്യാധരചാരണേശ്വർ യക്ഷാദി രക്ഷോഗണ രക്ഷോരക നാഗനാഥർ ഋഷീശ്വരന്മാർ പൃഥുലോകമുഖ്യർ ദൈത്യേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്രർ ഇതിൽ പെടാതെ പ്രേതപിശാചഭൂത കുഷ്മാണ്ഡയാദോ മൃഗപക്ഷ്യതി അധീശ്വർ ഐശ്വര്യ തേജസ്സുകളിന്ദ്രിയങ്ങൾ മനസ്സിവയ്ക്കുള്ള ക്ഷമാബലങ്ങൾ ശ്രീഹ്രീ വിഭൂത്യാത്മവത അത്ഭുതാർണം അവൻ്റെ നാനാവിധമം സ്വരൂപം പ്രധാനമായിട്ടു ഋഷിമാർ മതിക്കും പരാൽപരൻ തന്നവതാരലീല ശ്രവിക്കസാനന്ദനു
സാനന്ദമനുക്രമം നീ വരിക്ക നീ കർണകഷായ മോക്ഷം എന്ന ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 6-ാം അധ്യായം വിരാട് വിഭൂതി. ഇവിടെ വിരാട് വിഭൂതി എന്നാണ് ഈ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്നതുണ്ടെങ്കിൽ മറ്റേ മൂലം ഭാഗവതത്തിൽ സമഗാന നിരൂപണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ അധികാര പുരുഷന്മാരും ഈശ്വരന്മാരുമായിട്ടുള്ള നിങ്ങൾ കൂടെ അറിയണില്ലെങ്കിൽ ആ മുക്തി എങ്ങനെ സിദ്ധിക്കും എന്ന് ഒരു പേരുണ്ട്. ഭക്തി കൊണ്ട് മാത്രമാണ് ആ മുക്തി സിദ്ധിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ ആ ചരിതത്തെ അറിയണം, ഭഗവാന്റെ ചരിതത്തെ കേൾക്കണം. കേട്ട് മനസ്സിൽ ആ ഭക്തി ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ ഭക്തി വർദ്ധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈശ്വര നാമങ്ങളെ സദാ ജപിച്ചുകൊണ്ടിരിക്കണം. മനസ്സുകൊണ്ട് ആ ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ ആ ഭഗവാനെ പറ്റി മനനം ചെയ്തുകൊണ്ടിരിക്കണം. അതിലൂടെയൊക്കെയാണ് ആ ഭക്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭക്തി കൊണ്ട് ഭക്തിയുടെ ഫലമായിട്ട് സംസാരത്തിൽ നിന്ന് മോചിപ്പിച്ച് മുക്തി നൽകുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആദിമധ്യാന്തമില്ലാണ്ട് ഉള്ളവനും ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനും അവസാനമില്ലാത്തവനായിട്ടുള്ള പുരുഷൻ ഓരോ കൽപ്പത്തിലും താൻ തന്നെ തന്നിൽ തന്നെ ബഹുരൂപമാക്കിയിട്ട് ലോകങ്ങളുടെ ആ കർത്താവും സാധാവും അനുഷ്ഠാവുമായിട്ട് വർത്തിച്ചിട്ട് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ലീലകൾ ആടിക്കൊണ്ടിരിക്കണം. ഹേ നാരദ മഹർഷേ, ആ പ്രസന്നമായിട്ടുള്ള ആ ദേഹം, ഇന്ദ്രിയങ്ങളെ, മനസ്സ് എന്നിവയോടുകൂടിയ മുനികൾ ആ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും ആ സംശയാദി ഭാവങ്ങളില്ലാത്തതും സ്ഥിരവും സത്യവും അന്ത്യമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും ആയിട്ടുള്ള ആ ബ്രഹ്മത്തെ ആനന്ദം കൊണ്ട് അനുഭവിച്ച് അറിയണു. ആ ബ്രഹ്മരൂപം അസജ്ജനങ്ങളുടെ തർക്കങ്ങളാൽ വ്യാപിക്കപ്പെടുമ്പോൾ മറഞ്ഞു നിൽക്കുകയാണ് ചെയ്യണത്. അസത്തുക്കളുടെ യുക്തികൾ ആ ബ്രഹ്മരൂപം കൊണ്ട് ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാനായിട്ട് സാധിക്കില്ല. മനസ്സിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ ഋഷീശ്വരന്മാരെ പോലെയുള്ളവർക്ക് മാത്രമാണ് ആ ബ്രഹ്മത്തെ അനുഭവമാക്കാനായിട്ട് ബ്രഹ്മമായി തീരാൻ സാധിക്കുള്ളൂ. എങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ ആദ്യ അവതാരമാണ് പുരുഷൻ. ആ പുരുഷൻ തന്നെ കാലസ്വരൂപൻ, ആ കാര്യകാരണ സ്വരൂപനായിട്ടുള്ള ആ പ്രകൃതമുള്ളവനാണ് ഈ പുരുഷൻ. മനസ്സ് മുതലായവയുടെ മനസ്സ് മുതലായവയുടെ കാര്യങ്ങളായിട്ടുള്ള ഗുണാവതാരങ്ങളുണ്ടല്ലോ, അതും മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സത്യാദി ഗുണങ്ങളുടെയും 11 ഇന്ദ്രിയങ്ങളുടെയും സമഷ്ടിദേഹത്തിൻ്റെയും വൃഷ്ടിദേഹത്തിൻ്റെയും ബുദ്ധ്യാദിഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപമായിട്ടിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ പരമപുരുഷൻ തന്നെയാണ്. ഞാൻ, അതായത് ബ്രഹ്മാവാണ് കേട്ടോ പറയണത്. ഞാൻ ശിവൻ, വിഷ്ണു, ദക്ഷൻ മുതലായ പ്രജാപതികളും നാരദരെ നീയും സ്വർഗലോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ, പക്ഷിലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാരും ആ മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന രാജാക്കന്മാരും പാതാളത്തിന് അധിപതിയായിട്ടുള്ള അനന്തൻ, വാസുകി മുതലായവരൊക്കെ ഉണ്ടല്ലോ, അവരെ ഗന്ധർവന്മാരെ, വിദ്യാധരന്മാരെ, ചാരണന്മാരെ, സിദ്ധന്മാരെ, ഉത്തമന്മാരെ, കുബേരൻ മുതലായവരെ, പിന്നെ ഉരകശ്രേഷ്ഠന്മാരെ, നാഗശ്രേഷ്ഠന്മാരെ, ഋഷിശ്രേഷ്ഠനായിട്ടുള്ള വസിഷ്ഠൻ മുതലായവരെ, പിതൃശ്രേഷ്ഠനായിട്ടുള്ള ആര്യാമാവ് മുതലായവരെ, ദൈത്യശ്രേഷ്ഠന്മാരായിട്ടുള്ള പ്രഹ്ലാദൻ മുതലായവരെ, സിദ്ധശ്രേഷ്ഠന്മാരായിട്ടുള്ള കപിലൻ മുതലായവരെ, അസുരശ്രേഷ്ഠനായിട്ടുള്ള മയൻ മുതലായവരെ, ഇങ്ങനെയുള്ളവരൊക്കെ പിന്നെ പ്രേതശ്രേഷ്ഠന്മാരെ, പിശാചശ്രേഷ്ഠന്മാരെ, ഭൂതശ്രേഷ്ഠന്മാരെ, കുഷ്മാണ്ഡന്മാരെ, ജലജന്തുക്കളിൽ ഉത്കൃഷ്ടമായവരെ, മത്സ്യങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായത്, പശുക്കളിൽ ഉയർന്നവരെ, ലോകത്തിൽ വേറെയും ഐശ്വര്യമുള്ളവ, തേജസ്സുള്ളവ, ഇന്ദ്രിയശക്തിയുള്ളവ, മനഃശക്തിയുള്ളവ, അതുപോലെ സാമർത്ഥ്യവും ക്ഷമയുമുള്ളവ, ലജ്ജ, ശോഭ, മാഹാത്മ്യം, ബുദ്ധി എന്നീ ഗുണങ്ങളുള്ളവയൊക്കെ
ആശ്ചര്യമായ വർണ്ണമുള്ളത്, രൂപമുള്ളത്, രൂപമില്ലാത്തത് സകലവും ആ ഭഗവാന്റെ പരമമായ തത്വം തന്നെയാണ്, പരാത്മാ തത്വം തന്നെയാണ്. ഇങ്ങും നിറഞ്ഞിരിക്കുന്ന പരമപുരുഷൻ്റെ ലീലയാൽ സ്വീകരിച്ചതായിട്ടുള്ള ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നവോ, ശ്രദ്ധയോടെ കേൾക്കുന്നവോ, അവരുടെ കർണത്തിലൂടെ കേട്ടിട്ടാണ് മാലിന്യം ഉണ്ടാവുക, അവരുടെ നല്ലത്. അപ്പോൾ ഭഗവാന്റെ കഥകളെ കേൾക്കുമ്പോൾ കർണമലങ്ങളെല്ലാം ഇല്ലാണ്ടായിട്ട് പോണു. അങ്ങനെയുള്ള സുന്ദരങ്ങളായിട്ടുള്ള അവതാരങ്ങളെ ഞാൻ അങ്ങയോട് പറയാം, അങ്ങ് ഇനിയും അത് കേട്ടുകൊള്ളൂ എന്ന് പറയണു. അതോട് കൂടിയിട്ടാണ് ഈ 2ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇനി അടുത്ത 7ാം അധ്യായമാണ്. ഇനി അത് ബ്രഹ്മാവ് തുടർന്ന് ബ്രഹ്മാവിൻ്റെ കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ് 7ാമത്തെ അധ്യായത്തിലൂടെ. അത് നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് കേൾക്കാൻ സാധിക്കട്ടെ. ബ്രഹ്മ നാരദ സംവാദം ആണ് ഇനി. അപ്പോൾ അത് അടുത്ത ദിവസം നമുക്ക് വേണ്ടതുപോലെ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലും ഭക്തജനങ്ങളുടെ പാദത്തിലും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്നത്തെ പാരായണം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.